അപ്പം ഞാൻ സ്കൂളിൽ കയറിയിട്ടുണ്ട്. നാളെ ജോലിക്ക് പോകണം. എങ്കിലും വീഡിയോ ചെയ്ത് പോകണം എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, അത് നമ്മൾ ഇത്രയും വരെ എത്തിച്ചെങ്കിൽ വീഡിയോസ് ചെയ്യാതെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ പല പല കണ്ടൻറ്റ് മനസ്സിലോർത്താലും പറ്റുന്നില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. കള്ളമടി എന്ന് പറയാം, അതൊരു ഫാക്റ്റ് തന്നെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ പറയാനുള്ളത് എന്താണ്, ഓക്കെ, നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ എന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണു അല്ലേ, ഓക്കെ, ഞാൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എൻ്റെ യൂട്യൂബ് എല്ലാവർക്കും ചെയ്യുന്നതിലൊന്നും വിരോധമൊന്നുമില്ല. നല്ല നല്ല കണ്ടൻറ്റ്സ് ചെയ്യുന്ന എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പറയാറുണ്ട്, എൻ്റെ ചുറ്റിനുള്ള റിലേറ്റീവ്സ് അടക്കം പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പേര് കാണും. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ളവരുമായിട്ടൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ പല സമയത്തും എൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ധൈര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യാൻ. അത് സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷം വരുത്താതെയുള്ള വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജി എന്നല്ല, ഒരു തീം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം. എന്തോ ഒരു കാർമേഘ എന്ന് തോന്നുന്നു. എനിവേ, അത് ഞാൻ ചെയ്തു തുടങ്ങി. ഒരുപാട് പരിഹാസങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നും ഒളിഞ്ഞും മറഞ്ഞും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നിർത്താതെ ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അതിലൊരു ഏണിങ് കിട്ടാനും, സോഷ്യൽ മീഡിയ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഫോർ മീ. അതായത് ചില സമയത്ത് നമുക്ക് വളരെയധികം വിഷമിച്ചോ, നമ്മൾ പല സമയത്തും ഒറ്റപ്പെട്ടിട്ടുണ്ടോ, പല സമയത്തും ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില സമയത്ത് എല്ലാവരും ഉണ്ട്, പല സമയത്തും ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പെടുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയ എന്നെ ഒരു ധൈര്യശാലിയാക്കി മാറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് വശം ഉപയോഗിച്ചിട്ടല്ല, സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബ് അല്ലേ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ FB ഒന്നും അത്ര എനിക്കില്ല. എൻ്റെ യൂട്യൂബിൽ നിന്ന് ഏണിങ് വേണം എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഏണിങ് കിട്ടാൻ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഓഫ് കോഴ്സ് ഒരു ഫെയിമും ആൻഡ് എൻ്റെ വീഡിയോസൊക്കെ കിടക്കുന്നത് കാണാനൊക്കെ എൻ്റെ മാത്രമല്ല. അപ്പോൾ ഇപ്പോഴും സ്റ്റില്ലും ഞാൻ ചെയ്യുന്ന കണ്ടൻസ് ഒന്നും വലിയ സംഭവമല്ല. ചിലപ്പോൾ എനിക്ക് നല്ല നല്ല കണ്ടൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അതൊന്നും പറ്റാതെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ, ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എൻ്റെ സാധാ രീതിയിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ വന്ന് പറയും, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ടെന്ന് പറയും. റിയാക്ട് ചെയ്യണ വീഡിയോസ്, റിയാക്ഷൻ എങ്കിലും അഭിപ്രായങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പേര് ചിലപ്പോൾ തുടർന്ന് കാണാണ്ടായിട്ടുണ്ടാവും. പിന്നെ വലിയ കണ്ടന്റ് ഇല്ല, ചിലപ്പോൾ ലോക ശുദ്ധ മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ വിളിച്ചു പറയുന്നതായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവാം. എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ സപ്പോർട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല. സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു കോമാളി ആവുകയാണോ ഞാൻ നമ്മൾക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, കഴിഞ്ഞിടെ ഒരു ന്യൂസ് കണ്ടു. നമ്മുടെ പൂർണിമ മോഹൻ എന്നാണ് ചേച്ചിയുടെ നേരത്തെ പേര്. അവരുടെ അനിയത്തി പ്രിയ മോഹൻ, ഏകദേശം എൻ്റെ സെയിം ഏജാണ് പ്രിയ മോഹൻ. അവർക്കൊരു അസുഖം, ആ അസുഖത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആക്ച്വലി ആ ഒരു അസുഖം മറ്റുള്ളവരുടെ കണ്ണിൽ കാണാൻ കഴിയുന്നത് ഒരു കുഴിമടിച്ചി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു 50% എന്നിൽ ബാധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. മേ ബി അത് ഒരു ഡിപ്രഷൻ വൈസ്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ, മനസ്സിൽ പല ടെൻഷൻസും വിഷമങ്ങളും അടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ പോകുന്നവർക്കേ ചിലപ്പോൾ ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പാർട്ടെങ്കിലും കിട്ടുകയുള്ളൂ, ഒരു പാർട്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിയ മോഹന് അത് വളരെയധികം രൂക്ഷമായിട്ട് അസുഖം ബാധിച്ചു. ഈവൻ ഒരു ഡ്രസ്സ് മാറാനും കൂടെ പറ്റാത്ത തരത്തിലും, ഒന്ന് വീണ് കിടന്ന് എണീക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവരുടെ ശരീരത്തെ അസുഖം ബാധിച്ചു, ശരീരത്തെ വല്ലാതെ ബാധിച്ചു. എനിക്കൊരു 50% എന്ന് പറയാം. ഞാൻ പഠിച്ചു പോകുന്ന ആ ഒരു
ക്വാളിഫിക്കേഷൻ. ഇന്ന് അത് വലിയ ക്വാളിഫിക്കേഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കൂട്ടുകാരികളടക്കം, എൻ്റെ ബന്ധുക്കളടക്കം, നാട്ടുകാരടക്കം, വീട്ടുകാരടക്കം എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, എന്നോട് പറയാറുമുണ്ട്, നീ എന്തുകൊണ്ട് നല്ലൊരു സാലറിയുള്ള ജോലി, ഒരു വൈറ്റ് സ്കോളർ ജോലി അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് സ്ഥിരമായി പോകുന്നില്ല? അത് വേണമെന്ന് ചിന്തിക്കാത്ത എന്താ നീ പഠിച്ചതിൻ്റെ രീതിയിൽ? അത് ചെയ്യണ്ട എന്നില്ല, അത് അന്വേഷിച്ച് കണ്ടെത്തി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള മനസ്സ് കിട്ടാത്തത് എന്താ എന്ന് ഞാൻ എന്നിൽ തന്നെ തിരയാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു ഇൻകം കിട്ടുന്ന ഒരു സാലറി, നല്ലൊരു അത്യാവശ്യം. വൈറ്റ് സ്കോളർ ജോലി എന്നുള്ളത് മാത്രമല്ല ഒരു ജോലി, ഏതൊരു ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. ഇന്ന് വീട്ടുപണിക്ക് വളരെയധികം പേയ്മെൻറ്റ് കിട്ടുന്നൊരു ജോലിയാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവർ വീട്ടുപണിക്ക് പോകും, എത്ര വിദ്യാഭ്യാസം ഉള്ളവരും. അപ്പോൾ അത് മാന്യതയില്ലാത്ത ജോലിയല്ല. തൂപ്പ് തുടയ്ക്കാൻ പോകുന്നവർ, ചുമടെടുക്കാൻ പോകുന്നവർ, പാടം കൃഷി ചെയ്യുന്നവരൊന്നും മാന്യതയില്ലാത്ത ജോലി ചെയ്യുന്നവരല്ല. പക്ഷെ നമ്മൾ പഠിച്ചതിൻ്റെ രീതിയിൽ നമ്മുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ നമ്മൾ ഇന്നൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന കാണാൻ എന്ന ആഗ്രഹം ഉണ്ടായിട്ട് നമ്മളതിന് പോവാത്തത് എന്താ എന്നുള്ളൊരു ചോദ്യം ഞാൻ തന്നെ സ്വയം എന്നെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കെന്താ, ഞാൻ അത്രയും ഭയങ്കര ക്വാളിഫൈഡ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ക്വാളിഫൈഡ് ആണ്, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? പക്ഷെ എനിക്ക് ഐ എം കംഫർട്ടബിൾ വിത്ത് ദ ഫിലിം ഇൻഡസ്ട്രി. ഫിലിമിൽ ഞാനൊരു 11 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അതിലൊന്നും നമ്മളെ കാണുമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ വളരെയധികം കംഫർട്ട്. ചിലപ്പോൾ നമ്മളെ അധികം ആരും ഇവിടെ ഭരിക്കാനോ നമ്മൾ ആരുടെയും കീഴിലല്ല നിൽക്കുക, കറക്റ്റ് സമയത്ത് ഫുഡുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം മേ ബി, എനിക്കറിയില്ല. അതുപോലെ നല്ലൊരു ജോലിക്ക് പോകണമെന്നുണ്ട്, ഒരു ഏണിങ് കരസ്ഥമാക്കി കാര്യങ്ങളെല്ലാം റോൾ ചെയ്യണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കത് എത്താത്തത് എന്താ? അതിന് ആർജിക്കാൻ ആ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിനും അത് നമ്മളിപ്പോൾ ഒരു ജോലിയുണ്ട്, ഒരു 10,000 പേര് ആ ജോലിയുടെ പുറകെ കാണും. അത്യാവശ്യം നല്ല സാലറിയും ഫെയിമുള്ള ജോലിയാണെങ്കിൽ അത്രയും പേര് കാണും. നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്താൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഈ ഫൈറ്റ് ചെയ്യാൻ പോകാനും മടി, അത് കിട്ടിയാൽ തന്നെ അത് ഇട്ട് കളയാനുള്ള വ്യഗ്രത, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്നെ എല്ലാവരും ആരോപിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഇതിലേക്ക് അത് കംഫർട്ടബിളായിട്ട് വന്നാൽ ഐ ക്യാൻ കണ്ടിന്യൂ, അല്ലെങ്കിൽ ഐ ക്യാൻ പ്രൊസീഡ് വിത്ത് ദാറ്റ് പ്ലേസ്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ ഇതെല്ലാം എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ ആ ജോലിക്ക് പോകാനും വരാനും ചില സമയത്ത് തുടക്കത്തിലേ കാണുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സ് വിഷമമായി. എനിക്കറിയില്ല, ഒരുപാട് സഹനശക്തിയുള്ള ലേഡീസും പുരുഷന്മാരും ഇന്നുണ്ട് ഓരോ ജോലി സ്ഥലത്തും. അവരവരുടെ ഏണിങ്ങിനും കുടുംബത്തിനും നമ്മൾ ജീവിച്ചു പോകുന്ന കാര്യങ്ങൾക്കും വേണ്ടി അവർ ക്ഷമിക്കും. ഒരുപാട് ചീത്തയും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അവിടെ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ആരും വാല്യൂ കാണാണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ കുറ്റങ്ങൾക്കും ചെയ്യാതെ ഉള്ള ചെറിയ കുറ്റങ്ങൾക്കൊക്കെ നമ്മൾ ചീത്ത കേൾക്കും. അതൊക്കെ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കും. പലരും സഹിച്ച് നിന്നിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലരും അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ എന്തോരം സഹിച്ച് നിന്നിട്ടുണ്ട്, നീനൊക്കെ എന്തുകൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ആ ഒരു ഇതാണ്, അങ്ങനെ മടുത്തു പോയതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ജോലിയും ചെയ്യാൻ, ചാടിക്കയറി ചെയ്യാൻ എനിക്കിഷ്ടം. എനിക്ക് നല്ലൊരു വൈറ്റ് സ്കോളർ ജോലിയോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ചത് ടീച്ചിങ് ആണ്, ടീച്ചറിൻ്റെ ഇതാണ്. എനിക്ക് ടീച്ചർ നല്ലൊരു അത്യാവശ്യം സാലറിക്ക് തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ ഇഷ്ടം. സാലറി കുറവായിട്ട്, എനിക്ക് സാലറി ഒന്നും കുഴപ്പമൊന്നുമില്ല, പൈസയൊന്നും വേണ്ട, എനിക്ക് ടീച്ചറായിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറയാൻ. എനിക്ക് കുട്ടികളെ, ബുദ്ധിമുട്ടുള്ളവരെ പൈസ മേടിക്കാതെ പഠിപ്പിക്കണമെന്നുണ്ട്. ഇതില്ലെന്ന് പറയാൻ പറ്റില്ല. കഷ്ടപ്പെടുന്നവരെ, നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്നവരെ പഠിപ്പിക്കണമെന്നുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, എന്ന് വെച്ച് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ എപ്പോഴും ട്യൂഷൻ എടുക്കാം, ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വരാമെന്ന് പറയാൻ എനിക്ക്, കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പണം വേണം. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നതിലൂടെ അത് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജോലി നമ്മൾ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് അവിടെ നിന്ന് അത്യാവശ്യമെങ്കിലും ഒരു ഇൻകം കിട്ടിയില്ലേ പറ്റില്ല. അപ്പോൾ ടീച്ചിങ്ങിന് ഞാൻ പോയെടുത്തുന്നുള്ളൂ, എനിക്ക് അത്യാവശ്യമുള്ളൊരു ഇൻകം ഇതുവരെ ഫലവത്തായിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മുടെ ഗൾഫിൽ പോയപ്പോൾ മാത്രമാണ് 50,000 രൂപ സാലറി. എനിക്ക് അവിടുത്തെ കണ്ടീഷൻ പറ്റാത്തതുകൊണ്ട് നിർത്തി പോകുന്നു. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് എടുത്തിയാടി ചെയ്യാനൊക്കെ തോന്നുന്ന കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പഠിച്ചതിൻ്റെ ഒരു ഭാഗത്തേ ഉള്ള കാര്യങ്ങളല്ല. എന്തോ ചെയ്യണം അതിലൂടെ. എനിക്ക് എത്രയൊക്കെ വന്നാലും നല്ലൊരു ടീച്ചറായിട്ട് നല്ലൊരു പൊസിഷനുള്ള ജോലിയിൽ എനിക്ക് നാളെ ആണെങ്കിലും എനിക്കതിലിരിക്കണം എന്നുണ്ട്. പക്ഷെ കറൻറ്റ് സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ക്ലീനിങ്ങിന് പോവാനോ, തയ്യൽ മെഷീൻ മേടിച്ചിട്ട്, അത്യാവശ്യം തയ്യൽ പഠിച്ചിട്ടുണ്ട്, അതൊന്നും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നും കൂടെ ഒന്ന്
ഇമ്പ്രൂവ് ചെയ്തെടുത്തിട്ട് തുണിയൊക്കെ ഒന്ന് തയ്ച്ചു കൊടുത്ത് ചെറിയ ഏണിങ്, ചെറിയ രീതിയിലുള്ള കൃഷികൾ, ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ. ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി വിറ്റ വീഡിയോ ഒക്കെ ഇതിലിട്ടിട്ടുണ്ട്. അത് ചെയ്യണമെന്നും, അതുപോലെ തന്നെ ചായക്കട അല്ലെങ്കിൽ ഒരു കഞ്ഞിക്കട, ഓംലെറ്റ് അല്ലെങ്കിൽ തട്ടുകട, ഇതൊക്കെ ഉണ്ടാക്കണം, ഇതൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. എന്നുവെച്ചാൽ നല്ല അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല ഏണിങ് കിട്ടും. നമുക്ക് സമയം കുറവ് മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ കുറേ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ കുറേ പൈസ സേവ് ചെയ്യും. നമുക്ക് ഈ കറൻ്റ് ഉള്ള സിറ്റുവേഷൻ നമുക്ക് ഓടിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ അതിൽ പഠിപ്പിൻ്റെ ആവശ്യം എന്താ, പഠിച്ചേക്കണമെന്നും പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ചീത്ത പറയുമ്പോൾ കളിയാക്കുകയും ചെയ്യും. നമ്മുടെ നന്മയ്ക്കായിരിക്കാം കുറേ പേര് പറയുന്നത്, നീ എന്തിനാ ഇത് ചെയ്യുന്നേ, നീ ഇത്രയും പഠിച്ചതല്ലേ. പക്ഷേ ചിലവർ പറയുന്നത് കളിയാക്കിയാണ്, അവൾക്ക് ജോലിക്ക് പോകാൻ മടിയായിട്ടാണ്. ഞാൻ ഈ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. എനിവേ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ഇൻകം കിട്ടണം, നല്ലൊരു ഏണിങ് കിട്ടുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞപ്പോൾ ഒന്നാതെ എനിക്ക് അഭിനയിക്കാനും സോഷ്യൽ മീഡിയയിൽ വരാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ഫീൽഡ് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ എടുക്കുന്നതും സിനിമയുടെ ഇതൊക്കെ. ഇപ്പോഴും ഇപ്പം ഞാനൊരു സ്കൂളിൽ കയറി, വളരെ തുച്ഛമായൊരു സാലറിയേ ഉള്ളൂ, LP സ്കൂളാണ്, ടെമ്പററി ആയിട്ടാണ്, PTA സാലറി ഉള്ളൂ, അതായത് 5000 രൂപയേ ഉള്ളൂ. അത് വളരെ തുച്ഛമെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്, അതിന് പുച്ഛിച്ച് പറഞ്ഞതല്ല, വളരെ കുറവാണ്. അപ്പോൾ അതിനിടയിൽ മുടക്ക് കിട്ടുമ്പോൾ സിനിമ വർക്ക് ഉണ്ടെങ്കിലോ കാറ്ററിംഗ് വർക്ക് ഉണ്ടെങ്കിലോ ഈവൻ നാടൻപാട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോവും. ഈവൻ ബൗൺസറായിട്ടൊക്കെ നിൽക്കാൻ ചിലപ്പോൾ വരാം. ഈ നല്ല സെക്യൂരിറ്റി മോഡലൊക്കെ ഇട്ട് ഒരു ദിവസമൊക്കെ നിൽക്കാൻ 700-800 രൂപ കിട്ടുമെങ്കിൽ അതായി. അപ്പം അങ്ങനെ കിട്ടുമെങ്കിൽ അത് പോകുന്ന ഓർത്ത് തന്നെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. എന്നാലും എൻ്റെ എയിം എപ്പോഴും ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്യൂഷൻ കിട്ടുമെങ്കിൽ 2-3 ദിവസം ട്യൂഷൻ കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കണമെന്നുണ്ട്, മാത്സ് മാത്രം. ഇല്ലെങ്കിൽ ഈവനല്ല സയൻസും കൂടെ എടുക്കണമെന്നുണ്ട്. അല്ലാണ്ട് എല്ലാ സബ്ജക്റ്റും ഇനി പഴയതുപോലെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് നമ്മൾക്ക് വളരെയധികം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. അതിനനുസരിച്ച് പേയ്മെൻറ്റ് കിട്ടാത്തയല്ല, എല്ലാ സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് തലയിലേറ്റാൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ചീത്ത അതെല്ലാം കിട്ടുകയും ചെയ്യും. മീൻസ് പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ടും പിന്നെ നമുക്കത് പറ്റില്ല. ഞാനിതെല്ലാം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അപ് ടു 10th ക്ലാസ് വരെ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും യൂട്യൂബിൽ, എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ നാട്ടുകാർ കുറച്ച് പേര് ബന്ധുക്കളൊക്കെ കാണുന്നുണ്ട്, ഇല്ലെന്നല്ല, വളരെ വേണ്ടപ്പെട്ടവർ പോലും ഒന്ന് സപ്പോർട്ടില്ല എന്നുള്ളത് എനിക്ക് ഞാൻ പരമാവധി ഷെയർ ചെയ്യാറില്ല. അപ്പോൾ ഒരു സപ്പോർട്ടില്ലായ്മ കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നാറുണ്ട്. ഗ്രൂപ്പുകളിലേക്കൊന്നും ഞാൻ നമ്മൾ സ്വയം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടാലും ആരും ജസ്റ്റ് ഒന്ന് തമ്പ് പോലും ചെയ്യാറില്ല. അപ്പോൾ എന്നാൽ നാളെ നമുക്ക് നല്ലൊരു ഇത് കിട്ടിയാൽ അവർക്കൊക്കെ ഹാപ്പി ആയിരിക്കാം. നമ്മൾ നന്നാവുന്നതാണ് അവർക്ക് ഇഷ്ടമെങ്കിലും ഈ ഒരു യൂട്യൂബിലെ വീഡിയോസൊന്നും എല്ലാത്തിനൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ളത് എനിക്ക് വിഷമം തോന്നാറുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഓരോരുത്തരുടെ ഒരവസ്ഥ കൊണ്ടായിരിക്കും, എല്ലാവർക്കും എപ്പോഴും കണ്ടിരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ആരുടെയും ഗ്രൂപ്പിലേക്കോ പേഴ്സണലിയോ ഷെയർ ചെയ്യാറില്ല എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ. അതാരെയും കുറ്റം പറയുന്നതല്ല, നമ്മൾ നല്ലൊരു പൊസിഷനിൽ കാണാനും നല്ലൊരു ഏണിങ് വെച്ച് നന്നായിട്ട് ജീവിക്കാനും കാണാനും ഇഷ്ടമുള്ളവരായിരിക്കും അവരെല്ലാം. പക്ഷേ അവർ ചിലപ്പോൾ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യാത്തത് മനഃപൂർവ്വമായിരിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നല്ല രീതിക്കൊരു ഏണിങ് മേടിച്ച് നല്ല പൊസിഷനിൽ കാണാൻ ആഗ്രഹിക്കുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു ഏണിങ് കിട്ടുന്നതാ, അല്ലെങ്കിൽ നമ്മൾ ശരിയായൊരു നല്ല കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയല്ല, കുറേ ഉണ്ട്, പല വീഡിയോസായിട്ട് പറയാനുള്ളതാണ്. പിന്നെ കുറേ പേർക്കൊരു കളിയാക്കലൊരു പുച്ഛമുണ്ട്, അതൊക്കെ എനിക്കറിയാം. അതൊന്നും നമ്മളിവിടെ പറയേണ്ടതായിട്ടില്ല, ആരാ എന്താണെന്നൊന്നും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറയാനാണ്. ഞാൻ നാളെ ജോലിക്ക് പോകണം. അപ്പോൾ എന്തായാലും കിട്ടിയ ആ ഒരു ചെറിയ ഏണിങ് ആണെങ്കിലും ഒരു ടീച്ചർ ആ വാല്യൂ ഉണ്ട് അതിന്. പിന്നെ ചെറിയ കുട്ടികളെയാണ്, LP ആണ്. അപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ച് ചലഞ്ചിങ് തന്നെയാണ്. അവരെ പഠിപ്പിച്ചെടുക്കുക, അക്ഷരം പോലും ഇപ്പോഴും ഓർമ്മയില്ലാത്ത കുട്ടികൾ, എഴുതാൻ അറിയില്ലാത്ത കുട്ടി, അങ്ങനെ ആരും മോശപ്പെടുത്തി പറഞ്ഞതല്ല,
അങ്ങനത്തെ അത്രയൊക്കെ 2ിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയൊക്കെയല്ലേ അറിയുള്ളൂ. അപ്പം നമ്മൾ അവരെ വളരെയധികം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഒരാളെ കുറ്റം പറഞ്ഞല്ലാട്ടോ, ഒരു കുട്ടികളെയും കുറ്റം പറഞ്ഞല്ല, അറിയില്ല എന്നുള്ളത്. ചെറിയ ക്ലാസ്സല്ലേ, പിന്നെ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും, അതൊരാളുടെ തെറ്റല്ല. അപ്പോൾ നമ്മളാണ് അവരെ എഫേർട്ട് എടുക്കേണ്ടത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതും. 10 കുട്ടികളുള്ളൂ. അപ്പോൾ ഞാൻ അവരൊക്കെ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കരുതുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടായിട്ടുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയേക്കാവുന്ന എല്ലാ തരത്തിലുള്ളതും ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.